നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഒരു ബന്ധത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അത്തരമൊരു വിഷമകരമായ അവസ്ഥയെയാണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ്? രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിന് പകരം ഭയവും മാനസിക സമ്മർദ്ദവും മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നത്. ഇവിടെ ഒരാൾ എപ്പോഴും മറ്റൊരാളെ തളർത്താനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിയന്ത്രണങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം പൂർണ്ണമായി നശിക്കും. ഈ സമാധാനക്കേടിലേക്ക് നയിക്കുന്നത് ചില ടോക്സിക് ബിഹേവിയേഴ്സ് ആണ്. അപ്പോൾ ആ ടോക്സിക് ബിഹേവിയേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഒന്നാമത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആണ്. എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായി തകരുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഓവർ കൺട്രോളിംഗ് ആണ്. ഇത്തരത്തിൽ അപമാനിക്കുന്ന ആൾ ക്രമേണ നിങ്ങളുടെ സ്വാതന്ത്ര്യം തടയുകയും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ വസ്ത്രധാരണം, ഫോൺ ഉപയോഗം ഇതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം തടയുന്നതിന്റെ പ്രധാന കാരണം അനാവശ്യമായിട്ടുള്ള സംശയങ്ങളാണ്. ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിന് കാരണമാകുന്നു. നാലാമത്തെ ഗ്യാസ് ലൈറ്റിംഗ് ആണ്. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് വരുത്തി തീർത്ത് നിങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ്. അപ്പൊ ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പോയി കാണാം. അഞ്ചാമത്തെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതായത് നിങ്ങളുടെ കുറ്റബോധം മുതലെടുത്ത് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ആറാമത്തെ ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ കരിയർ വളർച്ചയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ നിങ്ങളെ അവഗണിക്കും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്തുകയും എപ്പോഴും ഭയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഒരു ബന്ധവും നിങ്ങളുടെ മനസ്സമാധാനത്തെക്കാൾ വലുതല്ല. സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ മെന്റലിറ്റി നഷ്ടപ്പെടുത്തി ഒരിടത്തും നിൽക്കേണ്ടതില്ല. നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുക. പ്രയോറിറ്റൈസ് യുവർ പീസ് ആൻഡ് നോ യുവർ സെൽഫ് വർത്ത്. അപ്പോൾ കൂടുതൽ സൈക്കോളജിക്കൽ വിവരങ്ങൾക്കായിട്ട് ഈ പേജ് ഫോളോ ചെയ്യും.